പ്രസക്തിയോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ ഒരു അനീതി ചെയ്യുന്നോ അവർ അന്യായം കാണിക്കുമെന്നുള്ള തോന്നൽ എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഒരു വലിയ കോൺഗ്രസ് നേതാവിൻ്റെ പത്നിയായിട്ട് പോലും ഇത്ര പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ അവരെ ഇരുത്താൻ നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. വളരെ ലോയൽറ്റി, ഭരിക്കുന്ന ഗവൺമെന്റിനോട് സത്യസന്ധതയും കൂറും പുലർത്തുന്ന ഒരു ഓഫീസറാണ് ദിവ്യ എസ് അയ്യർ. ഈ മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇടത് നേതാക്കളാണ് ആ മാറ്റത്തെ ചോദ്യം ചെയ്യുന്നത്. അപ്പോ അദാനിയുടെ പല പ്രോജക്റ്റുകളും ഒരുപക്ഷെ ഇവര് ഇപ്പൊ ഈ സർക്കാർ മുമ്പോട്ട് പോകുന്ന രീതിയിൽ അതിനൊപ്പം നിന്നേക്കില്ല, അത് കണ്ടിട്ടാണ് മാറ്റിയെന്നൊക്കെ അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഇടത് നേതാക്കളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി അങ്ങനെ ദിവ്യ എസ് അയ്യരെ സംബന്ധിച്ച് ആ രൂപത്തിലൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം. വ്യക്തമാക്കാതെ നമ്മളെങ്ങനെ അറിയാം? നമുക്കറിയില്ല. എനിക്കതിനെ സംബന്ധിച്ച് അഭിപ്രായമില്ല. കാരണം നമുക്കൊന്ന് കാണാം, കാത്തിരിക്കാം, വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാറില്ലേ. നമുക്ക് ദിവ്യ എസ് അയ്യരെ ഏത് മേഖലയിലാണ് അവർ നിയോഗിക്കുന്നത്, ആ ചുമതല എത്ര ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാണാം. അല്ലാതെ ഇപ്പോൾ എത്ര ആളുകളെ മാറ്റി, ഹെൽത്ത് സർവീസ് ഡയറക്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം വിവാദം വന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇതിനനുസരിച്ച് അവർ മാറിയിട്ടാണുള്ളത്. അത് ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റി എന്നുള്ളത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാനില്ല. അതായത് മാറ്റിയതിൽ അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്ന് തന്നെയാണ് ടീച്ചറും പറയുന്നത്. ഒരു ഗവൺമെന്റ് മാറുമ്പോൾ പല വകുപ്പുകളിലെയും ഭരണമേധാവികളെ അവർ മാറ്റിയെന്നിരിക്കും, ചിലപ്പോൾ മാറ്റിയെന്നില്ലെന്നും ഇരിക്കും. എന്നാൽ എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അന്ന് ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന UDFന്റെ കാലത്ത് ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്തയെ ഞാൻ പിന്നീട് 3.5 വർഷക്കാലം തുടർന്നും അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായക്കാരിയായിരുന്നു. അങ്ങനെ 3.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നത്. അദ്ദേഹം പിന്നീട് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് വിരമിച്ചത്, വിശ്വാസ് മേത്ത, എല്ലാവർക്കും അറിയാം. എൻ്റെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് UDFന്റെ കാലത്തുള്ള ആളെ ഞാൻ മാറ്റിയിട്ടില്ല. ഭരണം മാറുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥർ മാറുന്ന ഒരു സ്വാഭാവിക പ്രോസസ് എന്നുള്ളതേ ഉള്ളൂ. സ്വാഭാവികം എന്ന് പറയണ്ട, ചിലപ്പോൾ മാറിയില്ലെന്നും വരും. ചിലപ്പോൾ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഗവൺമെന്റിൽ തന്നെ, ഇപ്പോഴത്തെ ഗവൺമെന്റിൽ കഴിഞ്ഞ ഗവൺമെന്റിലുള്ള ചില ആളുകൾ മാറിയിട്ടില്ല. മാറ്റണം എന്ന് അവർ തീരുമാനിച്ചാൽ അവർക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ. അതാണ് ഒരു ഗവൺമെന്റിന് അതിന് അധികാരമുണ്ട്.